തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. പ്ലാന്റേഷൻ 10-ാം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആസ്പെറ്റാസ് വീഴുന്നാണ്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആസ്പെറ്റാസ് വീഴുന്നാണ്ട് ചാടി എഴുന്നേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കള വശം ചവിട്ടി പൊളിച്ച് ആന അടുക്കളയിൽ കയറി. അത് കഴിഞ്ഞ് നടുറൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ അയൽക്കത്തൊരു മനു എന്ന് പറയാനെ വിളിച്ചു കൊണ്ടുപോയി നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നോക്കിക്കാൽ അത് ഫ്രണ്ട് ഡോർ ചവിട്ടി പൊളിച്ചു. ആന ചവിട്ടി പൊളിച്ച് അവൻ്റെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫെൻസിങ് ഒരു നേരം കമ്പിയുള്ളൂ, അത് ഇച്ചിരി ഉയർച്ചയിൽ കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് ആനയ്ക്ക് പാസ് ചെയ്യാനും അതൊരു സാഹചര്യമാണ്. പിന്നെ 2 നേരം കമ്പി ഇടണം, എങ്കിലാണ് ഇച്ചിരി കൂടി സുരക്ഷിതയുള്ളൂ. ആനയുടെ ശല്യം ഒരു ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരാണ്. അത് കുറേയല്ല, കൂടി വരാണ്. ഒരു സമാധാനമില്ല തൊഴിലാളികൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ. അങ്ങനെയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ക്വാർട്ടേഴ്സുകളിലാണ് ആന കയറി നശിപ്പിച്ചാണത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകാൻ എത്തുന്നത്. അനീഷ്, എങ്ങനെയായിരുന്നു ഈ കാട്ടാനയുടെ വിളയാട്ടം? ഇപ്പോൾ അതിരപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ശല്യം, കാട്ടാന ആക്രമണത്തെ കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഇന്നലെ അതിരപ്പള്ളിയിലേക്ക് 10-ാം ബ്ലോക്കിലെ തോട്ടം തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത്. പോളി എന്ന് പറയുന്ന ആളുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത്. ആന പിൻവാതിൽ തകർത്ത്, അടുക്കള ഭാഗം തകർത്ത് അകത്ത് കയറി. തുടർന്ന് മുൻവശത്തെ വാതിൽ തകർത്ത് പുറത്തേക്ക് പോകുന്നൊരു സംഭവമാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾക്ക് സംപ്രേഷണം ചെയ്ത ആൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഷീറ്റ് തകർക്കുന്ന ശബ്ദം കേട്ടാണ് ഈ അയൽവാസികൾ എണീറ്റത്. തുടർന്ന് ടോർച്ചടിച്ചും അതുപോലെ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ വീടിന്റെ ക്വാർട്ടേഴ്സിനകത്ത് നിന്ന് തുരത്തിയത്. എന്തായാലും വലിയ ഭീതിയോടെയാണ് ഈ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികൾ ഈ അകത്ത് കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. സത്യൻ എന്ന് പറയുന്ന ഇതേ 10-ാം ബ്ലോക്കിലെ തോട്ടം തൊഴിലാളിയുടെ ക്വാർട്ടേഴ്സുകളിൽ ഉള്ളിൽ തന്നെയുള്ള സത്യൻ എന്ന് പറയുന്ന ആളുടെ ക്വാർട്ടേഴ്സിലും കഴിഞ്ഞ ദിവസം ആന കയറി. അത് പിൻവശത്തോട് തന്നെ ഇറങ്ങി പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്തായാലും നാളുകളായി മേഖലയിൽ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെ ശല്യം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് മലക്കപ്പാറ അരേക്കാപ്പ് കോളനിയിലെ ആദിവാസി ഊരിൽ സമാന രീതിയിൽ കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ആദിവാസി ഊരിലെ വീട് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നും പുലർച്ചെ സമയമാണ് ഈ കാട്ടാനകൾ കൂടുതലും ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഊര് നിവാസി ബാലൻ മണിയുടെ വീടാണ് അന്നും കാട്ടാന തകർത്ത്. പുറകുവശത്തെ അടുക്കള ഉൾപ്പെടെ ഷീറ്റ് മേഞ്ഞ വീട് തന്നെയാണ്. അതിന്റെ അടുക്കളയും അതുപോലെ തന്നെ ജനൽ കട്ടള ഉൾപ്പെടെയുള്ളവ തകർത്ത് വീടിന്റെ പകുതി ഭാഗവും കഴിഞ്ഞ ദിവസം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ബാലൻമണി അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ കുടുംബസമേതം മറ്റൊരു സ്ഥലത്തായിരുന്നു താമസം. ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ അതിരപ്പള്ളി 10-ാം ബ്ലോക്കിലെ ക്വാർട്ടേഴ്സിലും സമാന പോളി എന്ന് പറയുന്ന വീട്ടിൽ ആക്രമണം നടത്തുമ്പോഴും പോളിയും കുടുംബവും അവിടെ ഉണ്ടായിരുന്നില്ല. ഏഴാറ്റുമുഖത്തായിരുന്നു, മറ്റൊരു ബന്ധു വീട്ടിലായിരുന്നു താമസിക്കുക. അതുകൊണ്ട് തന്നെ ഈ 2 സംഭവങ്ങളിലും ആളപായം ഉണ്ടായില്ല എന്നതൊരു ഭാഗ്യവശാൽ ആളപായം ഉണ്ടായില്ല എന്നൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത്. എന്നിരുന്നാൽ കൂടി കാട്ടാനയുടെ ശല്യം നിരന്തരം വർദ്ധിച്ച്. ഫെൻസിങ് ഈ മേഖലയിലെല്ലാം ഫെൻസിങ് ഉണ്ട്. പക്ഷെ ഫെൻസിങ് ഒരു വരി കമ്പി മാത്രമാണ് ഈ ഫെൻസിങ്ങിൽ ഉള്ളത്, വൈദ്യുതി പ്രവാഹമുള്ളത്. അത് 2 വരിയാക്കി കൂട്ടണം. എന്നാൽ മാത്രമേ കാട്ടാന വനത്തിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുക എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം നിലവിൽ ഒരു വരി മാത്രമേ കമ്പിയുള്ളൂ. അത് വളരെ ഉയരത്തിലാണ്. ആനയ്ക്ക് എളുപ്പം ഇതിനടിയിൽ കൂടി വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കടക്കാനാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കാട്ടാനകൾ വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തുന്നത്. 2 വരി ഫെൻസിങ് ആക്കിയാൽ മാത്രമേ ആനകൾ ഇങ്ങോട്ട് കടക്കാതിരിക്കുക എന്നാണ് ഒരു ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വളരെ ഭീതിയോടെയാണ് മേഖലയുള്ളവർ കഴിയുന്നത്. ഫിജി.